ആത്മാർത്ഥമായ തന്റെ പ്രാർത്ഥനയുടെ ബലത്തിൽ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ഒരു പ്രവാചകന്റെ കഥ. ദ സ്റ്റോറി ഓഫ് യൂനുസ് അലൈഹിസ്സലാം. നീണ്ട 33 വർഷം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തെ പിന്തുടർന്നത് വെറും 2-3 പേര് മാത്രമായിരുന്നു. ക്ഷമയുടെ പിൻബലത്തിൽ ആ കാലം അത്രയും ഒടുവിൽ അക്ഷമനായിക്കൊണ്ട് തന്റെ ദൗത്യം ഉപേക്ഷിച്ചു. തുടർന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. പടച്ചവന്റെ അനുവാദമില്ലാതെ ഒരു കപ്പലിൽ കയറി മറ്റൊരു നാട്ടിലേക്ക് യാത്ര തിരിച്ച യൂനുസ് നബിയെ താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലിൽ നിന്നും ആളുകൾ പുറത്താക്കുകയും തുടർന്നൊരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്തു. പടച്ചവൻ തന്ന ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിന്റെ ശിക്ഷയാണെന്നും മരണത്തിൽ കുറഞ്ഞ ഒന്നും എനിക്ക് അർഹിക്കുന്നില്ല എന്നും ചിന്തിച്ചു കൂട്ടിയ യൂനുസ് നബി അലൈഹിസ്സലാം ഒടുവിൽ തന്റെ പ്രതീക്ഷയുടെ അവസാന കണികയും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. എന്നെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നായിരുന്നില്ല യൂനുസ് നബി പ്രാർത്ഥിച്ചത്. മറിച്ച് ഫനാദാ ഫിൽ ളുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പരിശുദ്ധ, നീയല്ലാതെ വേറൊരു ആരാധ്യനുമില്ല, ഞാനിതാ ഒരു തെറ്റുകാരനായിരിക്കുന്നു. ഏറ്റുപറച്ചിലിന്റെ നിഷ്കളങ്കമായ ഈ പ്രാർത്ഥന കേട്ട പടച്ചവൻ യൂനുസ് നബിക്ക് പുറത്തു കൊടുക്കുകയും തന്നെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ജീവനോടെ തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ചെയ്തുപോയ തെറ്റുകളിൽ നിന്നും പടച്ചവന്റെ മാർഗത്തിലേക്ക് തിരിച്ചു